ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ക്ലീനക്കോട് കേട്ടിപ്പാറ അവിടെ ഒരു വീട്ടിലെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒരു പാമ്പുണ്ട് പറഞ്ഞിട്ട് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അവർ പറഞ്ഞു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാമ്പാണ് ബാത്റൂമിൽ കണ്ടതെന്ന് അവർ പറഞ്ഞത്. ഏതായാലും ഇവിടെ എത്താറായിട്ടുണ്ട് എന്ന് നോക്കട്ടെ. സംഭവം നല്ല ചൊറുക്ക, സംഭവം നല്ല ചൊറുക്കുള്ള സാധനം. ബാത്റൂമില തായ്തിയിലാണ് കിടന്നേ. അതൊക്കെ അഞ്ചന്മാർക്കാണ്ട് പോകാം. പക്ഷെ പുറത്തിറങ്ങുന്ന എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും പുറത്തിറങ്ങുന്നു. അപ്പൊ ഞാൻ ചെക്ക് ചെയ്താണ്. ഇന്നലെ ഫുള്ള് വലിച്ചിട്ട് കണ്ട് എല്ലാവരും കുട്ടികള് നോക്കിയതാണ്. ഇതിലങ്ങോട്ട് ചിലപ്പോ ഇനി കേറണ്ടെന്ന് വെച്ചിട്ടേ അത് ലൈറ്റ് ഇട്ടാണ്. ഈ ലൈറ്റ് ഇന്നലെ ഞാൻ കണ്ട പച്ചനോട്ടത്തിന് പോകുന്ന അവിടെ ഇന്നലെ കയറിയാണല്ലേ? ഇനിയിപ്പോ അതിന്റെ മുമ്പ് കേറിക്കണെന്ന് ആർക്കറിയാം. അതിന്റെ മുമ്പ് കേറിയെന്ന് ആർക്കാ. ഇവിടെ ഇന്നലെ ടൗളാണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഒപ്പം വന്നാന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ മിഞ്ഞാന്നിട്ട് അവിടുന്ന് കണ്ടു പറഞ്ഞു, പുറത്താരോ കണ്ടു പറഞ്ഞു, ചവിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞു. അത് ഇത് തൂറോ അവിടെ നല്ല ഭയങ്കര വാസന ഉണ്ടായിരുന്നു. നല്ല അവിടെ എന്തൊക്കെ തൂറി ഒരു പൊടിമാർക്ക്. അത് അതേമാതിരി ഇതിപ്പോ ഏ കൂടെയൊക്കെ കേറിയിട്ടുണ്ട്. എന്നോട് വരില്ലേ? എന്റെ അടുത്തേക്ക് വരൂല. എന്റെ അടുത്തേക്ക് വരൂല. തെറയിൽ ചേർക്കാം. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഇതിലാറെ വലിപ്പുണ്ട് തോന്നി. ഇതിലാറെ വലിപ്പുണ്ട് തോന്നി. ഒന്നല്ല കാണാൻ വേണ്ടി എന്നെ കാണിച്ചു കൊടുക്കും. വാണി മേം വന്നോളി. എല്ലാവർക്കും ഓരോ പൊതിയാണ് കൊടുത്തേക്കാൻ നിൽക്കണം. അപ്പൊ നിങ്ങള് വന്നില്ലെങ്കിൽ ക്ലീനക്കോടി കേട്ടിപ്പാറ എന്ന് പറയും. അപ്പോൾ ഇന്നലെ മഗ്‌രിബക്കാണ് കണ്ടത്, ഭാര്യയാണ് കണ്ടത്. പിന്നെ ഞാൻ പള്ളിയിൽ പോയിനു. അവനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പാമ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാം വന്ന് മഗ്‌രിബക്ക് ബാത്റൂമിൽ ഫുള്ള് അവിടെ എല്ലാം റൂം ഫുള്ള് ചെക്ക് ചെയ്തു, ഒന്നും കാണില്ല. പിന്നെ രാത്രി ഞാൻ വന്നതിന് ശേഷം ഞാനും ഒരു മണിക്കൂറോളം ഞാനും ഫുള്ള് തപ്പി, ഒന്നും കാണില്ല. പിന്നെ രാത്രി 2 മണിക്ക് ശേഷം ബാത്റൂമിൽ പോയപ്പോൾ ഇങ്ങേപ്പുറത്തെ ബാത്റൂമിൽ വന്ന് നിൽക്കേണ്ടത്. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് തോന്നി മൂർഖനാണെന്നുള്ളത്. പിന്നെ എല്ലാവരും വിളിച്ചു. അപ്പോൾ പിന്നെ നിങ്ങളെ രാത്രി വിളിച്ചുകൊണ്ട് നിങ്ങളെ വർക്ക് വിത്തനാക്കണമെന്ന് വിചാരിച്ചിട്ട്
രാവിലെ വിളിച്ചതാണ്. അങ്ങനെയാണ് പിന്നെ മുസ്തഫാഖാനെ വിളിച്ചത്. മുസ്തഫാഖാനെ രാത്രി പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉറക്ക് വിത്തനാക്കണം വെച്ചിട്ട് പിന്നെ രാവിലെ മഗ്‌രിബ് പിന്നെ സുബഹിൻ്റെ ശേഷമാണ് ഞാൻ മുസ്തഫാഖാനെ വിളിച്ചത്. അങ്ങനെ മുസ്തഫാഖ വന്ന് പിടിച്ചിട്ടുണ്ട്. പേടി തീർന്നു. വളരെ ഉപകാരമായി. വളരെ നന്ദി. അപ്പോൾ നിങ്ങളോട് എനിക്ക് കാര്യമായിട്ട് എന്തോ പറയാനുള്ളതായിരുന്നു. ഇപ്പോൾ പറയും. ഈ സംഗതി ഇവിടുന്ന് ഒഴിവാക്കണം. അല്ലല്ല, അത് തന്നെ ഒഴിവാക്കും. കാരണം ഇതിനുള്ളിൽ പാമ്പ് ഒന്ന് കൂടിയാൽ നമ്മൾ കാണുമല്ലോ. അപ്പൊ അത്രയും തിക്കിലാണ് ഇത് ഉണ്ടാക്കി. നമ്മൾ ഇറങ്ങണോടത്ത് ഇങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല. ഒഴിവാക്കണ്ട. എന്നായിക്കോട്ടെ. എന്നാ ശരി.